ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹക്കോബയുടെ എംബ്രോയിഡറി കുർത്തി ഞാൻ തോന്നിയോ? ഇത് ഹക്കോബയുടെ അല്ല കേട്ടോ, ഇത് വന്നേക്കുന്ന ലിനൻ ഫാബ്രിക്കിനകത്തേക്കാണ്. ഇതേണ്ട ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്കൊക്കെ കൊണ്ടുവന്നേക്കുന്നത്, എല്ലാ സൂപ്പർ ഷെയ്ഡുകളാട്ടോ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നേവി ബ്ലൂ കളർ. അപ്പൊ ഇതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലേക്ക് തന്നെ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിന്റെ നല്ല കംപ്ലൈന്റ് വരുന്നുണ്ട്, സ്റ്റോക്ക് ഔട്ട് ആയി പെട്ടെന്ന് തന്നെ തീർന്നു പോയി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ അത്രയും മാക്സിമം ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഐറ്റംസ് സോൾഡ് ഔട്ട് ആവുന്ന. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഈ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നേക്കുന്നത് പറഞ്ഞാൽ സിന്തറ്റിക് ലിനൻ ഫാബ്രിക്കിലേക്ക് യോക്ക് പോർഷനിലേക്കായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്ന രണ്ട് സൈഡ് പോക്കറ്റ്. സാധാരണ നമ്മൾ ഹിഡൻ ആയിട്ട് ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്കായിട്ട് ഷോ ബട്ടൺസും സെന്ററിലേക്കായിട്ട് സ്ലിറ്റും എൽബോ സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ കട്ടിങ് ആട്ടോ. ഇതിന്റെ യോക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടേക്കും ബാക്കിലേക്കും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ കട്ടിങ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഏത് ഏജുകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് അടിയിലേക്കായിട്ട് ഒരു ആംഗിൾ ലെങ്തിലേക്ക് ഒരു ഷോർട്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ബോട്ടം ഒന്നും പെയർ ചെയ്യാതെ യൂസ് ചെയ്യുന്നത് തന്നെ നല്ലത്. പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റിലേക്ക് നമ്മൾ വന്നേക്കുന്നത്. 750 ആണ്. ഫ്രീ ഷിപ്പിംഗിലേക്കും വന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഡസ്റ്റി ആയിട്ടുള്ള ഓണിയൻ പിങ്കിലേക്കാട്ടോ. നല്ലൊരു പേസ്റ്റൽ ചാർട്ടിലേക്ക് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. നല്ല സ്റ്റൈലായിട്ട് വേറെ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡ് എന്ന് പറയും. ലൈറ്റ് ഒരു ലാവൻഡറും പിങ്കും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പ്രൈസ് വന്നേക്കുന്നത് 750. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് കളർ എന്ന് പറയാം. അപ്പോൾ അതിനകത്തേക്കും എംബ്രോയിഡറിയുടെ കോമ്പിനേഷൻ ആയിട്ട് പിങ്കും ഒരു റാണി പിങ്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് വിതൗട്ട് ലൈനിങ്ങിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ഫ്രോക്ക് ആയിട്ട് തന്നെ ഇടുന്നത് തന്നെയാട്ടോ അതിന്റെ ഭംഗി. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു ആഷ് കളർ ആട്ടോ. ആഷിനകത്തേക്കും കോമ്പിനേഷൻ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡാർക്ക് ഒരു പീച്ച് കളറും ലൈറ്റ് ഒരു പീച്ച് കളറും അങ്ങനെ കുറേ കളേഴ്സിന് മിക്സ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് മാക്സിമം എല്ലാവരും വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ഒരു ഹോട്ട് പ്രൊഡക്റ്റ്. ഇങ്ങനെ യോക്ലി ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഐറ്റംസ്, അതും ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. മാക്സിമം എല്ലാവരും വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക.